ഹായ് ഗൈസ്. സോ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു വീഡിയോ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും, ഐ എം ഷുവർ. ബിക്കോസ് ഇപ്പം ഡിക്കാത്ലോൺ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ഞാൻ ഇപ്പോൾ ജിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു MBA പഠിച്ച സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇതുവരെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് സോ ഞാൻ ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകുന്നൊരവസ്ഥ, വിച്ച് മീൻസ് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഈ ഒരു കാര്യത്തിൽ തന്നെ ഒതുങ്ങി പോകുന്നൊരവസ്ഥ. സോ നമ്മുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബ് വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഇവിടെ MBA പഠിക്കുമ്പോൾ തന്നെ, ബാംഗ്ലൂർ MBA പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് ഞാൻ ഡെക്കാത്ലോണിൽ പോയായിരുന്നു. സോ ഇതിലാണ് എൻ്റെ കേരള ടു കാശ്മീർ സൈക്കിൾ റൈഡ് എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തത്. ബിക്കോസ് ആ ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ അവർ ഇപ്പോഴുള്ള ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ അവർ ഡയറക്റ്റ് എന്നെ റിക്രൂട്ട് ചെയ്തു, ഹയർ ചെയ്തു, കമ്പനിയിലേക്ക് എടുത്തു. അങ്ങനെ ഫസ്റ്റ് ഡേ ട്രെയിനിങ് പോലെ ഉണ്ടായിരുന്നു. സോ ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടാണ് വർക്ക് വരുന്നത്. സോ അതെനിക്ക് ഭയങ്കര ഇതായി. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി പോയതല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഡെക്കാത്ലോണിൽ പോയത്. ചുമ്മാ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കാണ് കിട്ടിപ്പോയത്. സോ അതുകൊണ്ട് തന്നെ എനിക്കത് പറ്റാണ്ട് ഞാൻ, കാരണം പഠിപ്പും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ഇപ്പോൾ ഞാൻ ഇതേപോലൊരു 11 months ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 months വേറൊരു സ്റ്റാർട്ടപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അത് ഭയങ്കര വേസ്റ്റ് അനുഭവമായിരുന്നു. സോ ഇപ്പം ഞാൻ വേറൊരു ഓപ്പർച്യൂണിറ്റി വന്ന് കിടക്കുന്നുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സോ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് അവിടുത്തെ ഓപ്പറേഷൻ മാനേജറിനെ നേരത്തെ അറിയാം, ഞാൻ ഓൾറെഡി പരിചയം ഉണ്ടായിരുന്നല്ലോ. സോ ആളടുന്ന് നമുക്ക് ഓൾറെഡി മെയിൽ ID കിട്ടി. സോ മെയിൽ ID ആൾ മെയിലിൽ ത്രൂ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. ജോയിനസ് ഡെക്കാത്ലോൺ എന്ന് പറഞ്ഞിട്ട് ഈ സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ആദ്യം തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ മെയിൽ ID കിട്ടി. മെയിൽ ID കിട്ടിയപ്പോൾ ആൾക്ക് അയച്ചു തന്നപ്പോൾ ആൾ പറഞ്ഞു ഇത് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് മെയിൽ വന്നു നാളെ. പക്ഷേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. സോ നാളെയാണ് ഇങ്ങനെ ഒരു ഇത് 6:45 AM, അതായത് രാവിലെ 6:45 റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഇൻ ചെയ്ത് ആ ഒരു ഫോർമൽ ഡ്രസ്സിലൊക്കെ പോകുന്ന ഒരു ഇതല്ലേ. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. ഇത് നമ്മൾ ജേഴ്സി ഡ്രസ്സിൽ, വിച്ച് മീൻസ് ഇത് സ്പോർട്സ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ജേഴ്സി ഡ്രസ്സിൽ ഒരു എക്സ്ട്രാ ടീഷർട്ടൊക്കെ നമ്മൾ കരുതിയിട്ട് നമ്മൾ 6:45 കറക്റ്റ് 6:45 നമ്മൾ അവിടെ എത്തണം. സോ ഞാൻ അങ്ങനെ 6:45 എത്തി. ഇത് 6:45 എത്തിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു ഡ്രസ്സസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്തോ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. സോ നമ്മൾ ഷൂ എല്ലാം ഇട്ട് റെഡിയായി. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ റണ്ണിങ് ആയിരുന്നു. റണ്ണിങ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് കേട്ടോ, ഫിസിക്കൽ ടെസ്റ്റാണ് ഫസ്റ്റ്. റണ്ണിങ് ആയിരുന്നു. റണ്ണിങ് നമ്മൾ ചാവുന്ന വരെ ഓടിപ്പിച്ചു. അത് റണ്ണിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. കാരണം 10th കഴിഞ്ഞതിന് ശേഷം ഞാൻ റണ്ണിങ്ങോ സംഭവങ്ങളിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ അത് ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് ബ്രീത്തിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിതപ്പ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് കുറച്ചൊരു ഹാർഡായിരുന്നു. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഒരു ടീമായിട്ട് നമുക്ക് എന്താ പറയുക, പുറത്തൊന്നും സാധനം വെക്കാറുണ്ട്, ടീമായിട്ടൊരു ടീം ഗെയിമായിരുന്നു. സോ അതും നല്ല രീതിക്ക് പെർഫോം ചെയ്തു നമ്മൾ. സോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധനം നോക്കട്ടെ, മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടീം സപ്പോർട്ട്. അവിടെ നമുക്കൊരു ലേഡി ഉണ്ടായിരുന്നു. ആള് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആൾ മാത്രമല്ല, അവിടുത്തെ ടീമെല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കി തന്നിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഈ റിക്രൂട്ട്മെൻറ്റിന് പോയ സമയത്ത് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ, GD സെക്ഷൻ. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഉണ്ടാവും. പക്ഷെ ഫസ്റ്റ് ടൈമാണ് GD എന്താണെന്ന് പോലും അറിയാണ്ട് ഈ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ ഡിബേറ്റൊക്കെ ഉണ്ടായിരുന്നു ഓരോരോ ഫുഡിൻ്റെ കാര്യത്തിലും, ഓയിലി ഫുഡ്സ്, നോൺ വെജ് ഫുഡ് അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്കും ഉണ്ടായിരുന്നു, ഞങ്ങളോടൊരു ഇത് ചൂസ് ചെയ്യാൻ പറഞ്ഞു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ടൊരു ഈ സാധനം പോകുന്നില്ലല്ലോ. സോ GD സെക്ഷൻ ആയിരുന്നു. സോ GD സെക്ഷനിൽ നല്ല രീതിക്ക് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ 3 ഗേൾസും ഐ തിങ്ക്
4 ബോയ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾ 3 ഗേൾസ് മലയാളീസ് ആയിരുന്നു, ബോയ്സ് ഒരാളും മലയാളീസ് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഭയങ്കര കമ്പനി ആയി പോയപ്പോൾ തന്നെ അതിന് ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 ടീമായിട്ട് നമുക്കൊരു ഡിബേറ്റ് പോലത്തെ ഒരു സംഭവമാണ്. മീൻസ് ഞങ്ങൾക്ക് നോൺ വെജ് ഫുഡ്, വെജ് ഫുഡ്, ആ ഒരു രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞു, അത് നല്ല രീതിക്ക് ഞാൻ നല്ല പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടാമത്തെ സംഭവം, മൂന്നാമത്തേതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ, അതായത് പേഴ്സണൽ, ഒറ്റയ്ക്ക്. ഇതുവരെ നമ്മൾ ടീമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇനി നമുക്ക് പേഴ്സണലായിട്ട് ഇൻ്റർവ്യൂ. സോ ഒരു പാനൽ തന്നെ ഉണ്ടാവും. ഐ തിങ്ക് അറൗണ്ട് 6 or 7 പീപ്പിൾസ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ബേസിക് ക്വസ്റ്റ്യൻസ്, നമ്മൾ പേടിക്കാനുള്ള ടൈപ്പ് ഇൻ്റർവ്യൂ അല്ല, എന്നാലും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ നമ്മൾ കാണുന്ന പോലെ നല്ല ഡെക്കാത്തലോൺ, പക്ഷേ ഇതിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. സോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ദിസ് ഈസ് 4th ഡേ റിക്രൂട്ട്മെൻറ്റ് പോയിട്ട് ഇത് 4ാമത്തെ ദിവസമാണ്. സോ ഞാൻ വിചാരിച്ചു ഞാൻ റിജക്റ്റ് ആയിന്ന്. സോ നമുക്ക് അവിടുത്തെ HR-ൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. സോ ഞാൻ വിളിച്ചു, ആൾക്ക് എന്നെ പറഞ്ഞപ്പോഴേ മനസ്സിലായി, സജന എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി. ഞാൻ വെച്ചാൽ എനിക്ക് റിജക്റ്റ് ആയോ ഇല്ലെന്നുള്ള അറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കിയതാണ്. അപ്പോൾ ആൾ പറഞ്ഞു റിജക്റ്റ് ആയിട്ടില്ല, ഇന്ന് ഈവനിങ് നിങ്ങൾക്ക് മെയിൽ വരും. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ LOL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടി ഉണ്ട്, അതാണ് ലാസ്റ്റ് സെക്ഷൻ. അതായത് ഐ തിങ്ക് വി ഹാവ് ടു വർക്ക് ഫോർ 8 hours വിത്തൗട്ട് പേയ്മെൻറ്റ്. 2 days, ഐ തിങ്ക് 2 days ആണെന്ന് തോന്നുന്നു. 2 days 8 hours നമ്മൾ വർക്ക് ചെയ്യണം. അതിൽ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും, ജസ്റ്റ് ഒരു ട്രെയിനിങ് പോലെയാണ്. സോ ഇത് നമ്മുടെ കപ്പ് ഓഫ് ടീ തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് സെക്ഷനാണ്. സോ ഐ എം സോ ഹാപ്പി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്ന് പഠിച്ചവനേ അറിയുള്ളൂ. ഈ ബാക്കി കാര്യങ്ങൾ, അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. സോ ഞാൻ കുറേ ആഗ്രഹിച്ച് എനിക്കിഷ്ടമുള്ള പാഷൻ റിലേറ്റഡുള്ളൊരു ജോബും കൂടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ എന്തായാലും ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരാം. സോ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ ഗൈസ്.